നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. നമുക്ക് മാർക്കറ്റിൻ്റെ ക്ലോസിംഗ് അപ്ഡേറ്റ്സ് ആണെന്ന് നമ്മൾ ഈ ഒരു സ്റ്റോക്ക് ടോക്സിൽ സംസാരിക്കുന്നത്. അപ്പോൾ കുറേ ദിവസത്തെ ഒരു നെഗറ്റീവ് റാലിക്ക് ശേഷം നമുക്കിന്ന് നല്ലൊരു റീബൗണ്ട് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു, റിക്കവറി കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യ US വ്യാപാര ചർച്ചകൾക്ക് വളരെ ശുഭപ്രതീക്ഷ തരുന്ന ഒരു സൂചന നമുക്കിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പുതിയ US അംബാസിഡർ സെർജിയോ ഗോർ ഇന്ത്യ US വ്യാപാര ചർച്ചയിൽ ഒരു അനുകൂലമായിട്ടുള്ള പ്രതീക്ഷ ഇന്ന് നൽകിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. തുടർച്ചയായിട്ടുള്ള ഇടിവിന് ശേഷം നമുക്കിന്ന് മാർക്കറ്റിൽ അവസാന മണിക്കൂറിൽ ശക്തമായിട്ടുള്ളൊരു റാലിയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. മാത്രമല്ല, സെർജിയോ ഗോർ ഇന്ത്യയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്ത്യയെക്കുറിച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ പാക്സിലിക്ക സമ്മിറ്റിലേക്ക് ഇന്ത്യയെ ക്ഷണിക്കുന്നതിൻ്റെ സൂചനകളും അദ്ദേഹം നൽകിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യയെ ക്ഷണിക്കുമെന്നുള്ള കാര്യമാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. US നയിക്കുന്ന സമ്മിറ്റാണിത്. അപ്പോൾ ഈ ഒരു സമ്മിറ്റിലോട്ട് ഇന്ത്യയെ ക്ഷണിക്കുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടിയും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, നാളെ ഇന്ത്യ US വ്യാപാര ചർച്ചകളിൽ തുടങ്ങി വെക്കാനുള്ള സൂചന കൂടി നൽകിയിട്ടുണ്ട്. നാളെ മുതൽക്ക് ഇന്ത്യ US ചർച്ചകളിലേക്ക് പോകുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അത്തരത്തിൽ ഏത് വിധേനയായിരിക്കും അല്ലെങ്കിൽ ഏത് തരത്തിലായിരിക്കും ഇന്ത്യ US വ്യാപാര ചർച്ചകൾ പോകുന്നത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നിക്ഷേപകരൊക്കെ തന്നെ ഉറ്റുനോക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്നും കുറെ കൂടെ ഒരു അനുകൂലമായിട്ടുള്ള സൂചനകൾ ലഭിച്ചത് തന്നെയാണ് മാർക്കറ്റിൻ്റെ റിക്കവറിക്ക് പ്രധാന കാരണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. സെൻസെക്സിനെ സംബന്ധിച്ച് തുടക്ക വ്യാപാരങ്ങളിൽ 715 പോയിന്റിന്റെ ഒരു നഷ്ടത്തിലാണ് തുടർന്നിട്ടുണ്ടായിരുന്നത്. 82,861 എന്ന റേഞ്ചിലോട്ട് എത്തിയിരുന്നു. നിഫ്റ്റിയും 25,500 എന്നുള്ള സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത 25,473 എന്ന റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പ്രഖ്യാപനങ്ങളൊക്കെ വന്നതിന് ശേഷം അവസാന മണിക്കൂറിൽ സെൻസെക്സ് 1000 പോയിന്റിന്റെ ഒരു റിക്കവറി നടത്തി ഇൻട്രാഡേ ലോയിൽ നിന്നും 83,878 എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റിയെ സംബന്ധിച്ച് 106 പോയിന്റിന്റെ നേട്ടത്തിൽ 25,790 എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത്. അതായത് 0.5% നേട്ടം നിഫ്റ്റിയിൽ ക്ലോസിംഗ് ടൈമിൽ ഉണ്ടായിരുന്നു. 106 പോയിന്റിന്റെ നേട്ടമാണ് രേഖപ്പെടുത്തിയത്. സെൻസെക്സ് 300 പോയിന്റിന്റെ ഒരു നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ US ട്രേഡ് ഹോപ്സ് തന്നെയാണ് പ്രധാന ഒരു തിരിച്ചുവരവിന് പ്രധാന ഊർജ്ജമായിട്ട് ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സെൽ ഓഫിൻ്റെ ഇടയിൽ ഒരു വാല്യൂ ബൈയിങ് അല്ലെങ്കിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് നിക്ഷേപകർക്കിടയിൽ കടന്നു വന്നതും ഇത്തരത്തിലുള്ളൊരു റീബൗണ്ടിന് പിന്തുണയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞൊരു 5 ദിവസം കൊണ്ട് നമുക്കറിയാം സെൻസെക്സിനെ സംബന്ധിച്ച് 2000 പോയിന്റോളം ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നിഫ്റ്റിയും 600-ലധികം പോയിന്റിൻ്റെ ഒരു നഷ്ടമാണ് 5 സെഷനുകൾ കൊണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 3% ഒരു ഇടിവ് നിഫ്റ്റിയിലും 2.5% ഒരു ഇടിവ് സെൻസെക്സിലും കഴിഞ്ഞൊരു 5 സെഷന് കൊണ്ട് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുടർച്ചയായിട്ടുള്ള ഒരു സെൽ ഓഫിൻ്റെ ഒരു അവസാനം അല്ലെങ്കിൽ ഒരു താൽക്കാലിക ഒരു പോസ് എന്ന രീതിയിൽ ഒരു റിക്കവറി അല്ലെങ്കിൽ റീബൗണ്ട് നമുക്ക് ഓഹരികളിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം ബാങ്കിങ് ഓഹരികളാണ് വലിയൊരു ഊർജ്ജമായിട്ട് മാറിയതെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇൻട്രാഡേ ലോയിൽ നിന്നും ശക്തമായിട്ടുള്ള റിക്കവറി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇൻഡെക്സ് 677 പോയിന്റിന്റെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തി 59,540 എന്ന റേഞ്ചിലേക്ക് ഇൻട്രാഡേ ഹൈയിലേക്ക് അവസാനം ആയപ്പോഴേക്കും ബാങ്ക് സൂചിക എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല, നമ്മൾ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ടായിരുന്നു, റിസൾട്ട് സീസൺ ആരംഭിക്കുന്നതിൻ്റെ ഒരു റാലി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ബാങ്കിങ് ഓഹരികളിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പല ബാങ്കിങ് ഓഹരികളും ഇന്ന് നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റോട് കൂടിയിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യപ്പെട്ടത്. ഇനി മാർക്കറ്റിൻ്റെ വരും സെഷനുകളിലേക്കുള്ള ഒരു ഔട്ട്ലുക്ക് നോക്കാം. ഇതിൽ എൻറിച്ച് മണി എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ CEO ആയിട്ടുള്ള പൊന്മുടി ആർ പറയുന്ന ഒരു വ്യൂ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു സെല്ലിംഗ് പ്രഷർ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന നിഫ്റ്റിയിൽ ഒരു V ഷേപ്പ് റിക്കവറി നമുക്ക് കാണാൻ സാധിച്ചു എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. 25,473 എന്നൊരു ഇൻട്രാഡേ ലോയിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ട് സോണിൽ നിന്നും ഒരു റീബൗണ്ട് നിഫ്റ്റിയെ സംബന്ധിച്ച് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു. 25,500 എന്നുള്ള ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് 100 EMAയ്ക്ക് താഴെ പോകുന്നൊരു സാഹചര്യം നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ആ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കടന്നു വന്നതോട് കൂടിയിട്ട് മിഡ് സെഷൻ അല്ലെങ്കിൽ ഉച്ചയോട് കൂടിയിട്ട് വീണ്ടും ഒരു റീബൗണ്ട് നമുക്ക് സൂചികയിൽ കാണാൻ സാധിക്കുകയും
25,750, 25,800 എന്നുള്ള ആ ഒരു റേഞ്ചിലേക്ക് സ്റ്റെബിലൈസ് ചെയ്യുന്ന ഒരു ഭാഗത്തിലേക്ക് നിഫ്റ്റി തിരിച്ചു കയറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എങ്കിലും മൊമെന്റം ഇൻഡിക്കേറ്റേഴ്സ് ഒരു ബെയറിഷ് സിഗ്നൽ തന്നെയാണ് ഇപ്പോഴും കാണിക്കുന്നത്. അതായത് 100 EMI ആയിട്ടുള്ള 25,540, 25,600 എന്നുള്ള റേഞ്ചിൽ 100 EMIയിൽ ക്രൂഷ്യൽ സപ്പോർട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഇനി വരുന്ന സെഷനുകളിൽ. മാത്രമല്ല നിലവിലെ ഈ ഒരു റിക്കവറി നമുക്കൊരു ട്രെൻഡ് റിവേഴ്സലായിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്നുള്ളൊരു സൂചന കൂടിയും പൊന്മുടിയാറ് സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ഇനിയും വരുന്ന സെഷനുകളിൽ എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് മാർക്കറ്റ് പെർഫോം ചെയ്യുക എന്നുള്ളത് നമ്മൾ ക്ലോസ്ലി വാച്ച് ചെയ്യേണ്ടതാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 25,800, 25,870 എന്ന റേഞ്ചിലായിരിക്കും എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത്. ഈ ഒരു റേഞ്ചിലായിരിക്കും പ്രധാന റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കുക. എങ്കിലും ഇന്നത്തെ ഒരു ഇൻട്രാഡേയിലെ പെർഫോമൻസ് നോക്കുമ്പോൾ സൂചികയുടെ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ സെന്റിമെന്റ്സ് ന്യൂട്രൽ ടു പോസിറ്റീവിലേക്ക് മാറിയിട്ടുണ്ടെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. എങ്കിലും കോഷ്യസ് ആയിട്ട് തന്നെ വിപണിയിൽ അപ്രോച്ച് ചെയ്യുക എന്ന് അദ്ദേഹം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിഫ്റ്റി ബാങ്ക് സൂചിക 59,233 എന്ന റേഞ്ചിലാണ് ഓപ്പൺ ആയത്. പിന്നീട് ആ ഒരു മൊമെന്റം നിലനിർത്താൻ സാധിക്കാതെ വരികയും സെല്ലിംഗ് പ്രഷർ ഫേസ് ചെയ്യുകയും ചെയ്തിരുന്നു. പിന്നീട് അതിനകത്തൊരു റീബൗണ്ട് കാണാൻ സാധിക്കുകയാണ് ചെയ്തത്. നിഫ്റ്റി ബാങ്ക് സൂചികയെ സംബന്ധിച്ച് 59,600 എന്ന റേഞ്ചിൽ തന്നെയാണ് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കേണ്ടത്. തുടർന്ന് 59,900 എന്ന റേഞ്ചിലാണ് റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കേണ്ടത്. 59,600 എന്നുള്ള ആ ഒരു ലെവലിന് മെയിൻറ്റെയിൻ ചെയ്ത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയാണെങ്കിൽ ഒരു ബുള്ളിഷ് കണ്ടിന്യൂവേഷൻ നമുക്ക് ഈ ഒരു സൂചികയിൽ എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. കാരണം ഇൻട്രാഡേയിൽ ഈ റീബൗണ്ടിന് ശേഷം നമുക്ക് സൂചികയിൽ ഒരു ബുള്ളിഷ് ഹാമർ കാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ചെയ്തിരിക്കുന്നത്. ഒരു ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സലിനുള്ള സൂചനകൾ തന്നെയാണ്, സപ്പോർട്ട് സോണിലെ ഒരു ട്രെൻഡ് റിവേഴ്സലിൻ്റെ സൂചനകൾ തന്നെയാണ് നിഫ്റ്റി ബാങ്ക് സൂചികയിൽ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന സെഷനുകളിൽ ശ്രദ്ധിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് 59,600, 59,900 എന്നുള്ള ഒരു റേഞ്ചിൽ തന്നെയാണ് നമുക്ക് റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കേണ്ടത്. ഇനി ഈ ഒരു താഴേക്ക് വരികയാണെങ്കിൽ 59,000, 58,800 എന്നുള്ള റേഞ്ചിലുമാണ് സപ്പോർട്ട് പ്രതീക്ഷിക്കേണ്ടത്. ഇനി ബുള്ളിഷ് മൊമെന്റം തുടരുകയാണെങ്കിൽ 59,000, 59,900, 60,000 എന്ന റേഞ്ചിൽ നമുക്ക് അടുത്ത റെസിസ്റ്റൻസ് എക്സ്പെക്ട് ചെയ്യാമെന്നും കൂടി അദ്ദേഹം പറയുന്നുണ്ട്. എങ്കിലും ബ്രോഡർ ബേസിൽ നോക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഒരു കരുതലോട് കൂടിയിട്ട് വിപണിയെ സമീപിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അദ്ദേഹം വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്നത് തന്നെയാണ് ഇനി കൂടുതലായിട്ടും സ്റ്റോക്കുകളിൽ മൂവ്മെൻറ്റ് ഉണ്ടാക്കുന്നതിനൊരു പ്രധാന കാരണമായിട്ട് പറയേണ്ടത്. പ്രത്യേകിച്ചും ഹെവി വെയ്റ്റുകളിൽ അത്തരത്തിലുള്ള മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ അത് സൂചികയുടെ പ്രകടനത്തിലും സ്വാഭാവികമായിട്ടും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ മാർക്കറ്റ് അവേഴ്സിന് ശേഷം TCS റിസൾട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. TCSനെ സംബന്ധിച്ച് കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റിൽ ഇയർ ഓൺ ഇയറിൽ 14% കുറവാണ് നെറ്റ് പ്രോഫിറ്റിൽ അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 10,657 കോടിയാണ് അവർ പ്രോഫിറ്റായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 12,380 ആയിരുന്നു കഴിഞ്ഞ വർഷം അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത്. എന്തായാലും കമ്പനി ഇപ്പോൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇൻ്ററിം ഡിവിഡൻഡ് 57 രൂപയാണ് FY26 അവർ ഡിവിഡൻഡായിട്ട് നൽകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. 11 രൂപ ഇൻ്ററിം ഡിവിഡൻഡും പിന്നെ 46 രൂപ സ്പെഷ്യൽ ഡിവിഡൻഡുമാണ് അവർ അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഫെബ്രുവരി 3 ഡിവിഡൻഡ് കൊടുക്കുക എന്നും കൂടി കമ്പനി അറിയിച്ചിട്ടുണ്ട്. ജനുവരി 17 റെക്കോർഡ് ഡേറ്റ്, അതായത് നെക്സ്റ്റ് വീക്കാണ് റെക്കോർഡ് ഡേറ്റ് എന്നുള്ള കാര്യം കൂടി മറക്കാതിരിക്കുക. പിന്നെ TCSന്റെ മാനേജ്മെൻറ്റ് ഗൈഡൻസും കാര്യങ്ങളും നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. മാനേജ്മെൻറ്റ് ഗൈഡൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി TCSന്റെ ഈ ഒരു മാനേജ്മെൻറ്റും ഗൈഡൻസും അതോടൊപ്പം തന്നെ ഭാവിയിലേക്കുള്ള റവന്യൂ ഗൈഡൻസും ഔട്ട്ലുക്കും ഒക്കെ വെച്ചിട്ട് തന്നെയായിരിക്കും നാളെ വരുന്ന സെഷനുകളിലും TCSന്റെ പെർഫോമൻസ് ഉണ്ടായിരിക്കുക. ഇനി വിപണിയെ സംബന്ധിച്ചും നാളത്തെ സെഷൻ വളരെയധികം നിർണായകമാണ്. കാരണം നാളെ ചൊവ്വാഴ്ചയാണ്, നമുക്ക് ഓൾറെഡി എക്സ്പയറി വരുന്നുണ്ട്. അതിൻ്റെ പുറമെ ഈ ഒരു ട്രേഡ് ഡീൽ ടോക്സ് എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ഏത് തരത്തിലായിരിക്കും എന്നുള്ള ഒരു ചോദ്യം കൂടി അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. ഇതനുസരിച്ച് തന്നെയായിരിക്കും നാളെ ഈ ഒരു റാലി തുടരുമോ അതോ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ടെമ്പററി ആയിട്ടുള്ള റാലി ആയിരിക്കുമോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്.